നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി പ്രസ് ക്ലബിന്റെ KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരം മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ MB സന്തോഷിന് ഇടുക്കി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP KR ബിജു സമ്മാനിച്ചു. യാത്രക്കിടയിൽ കുഴഞ്ഞു വീണയാളെ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി. ഇടുക്കി ജില്ലയിൽ സൈലന്റ് ആയുള്ള വനവൽക്കരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഷോൺ ജോർജ് ജനസംരക്ഷണ ജാഥയുടെ സമാപനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പീരുമേട് പരുന്തുംപാറ കയ്യേറ്റ ഭൂമിയിൽ സ്റ്റോപ്പ് മെമ്മോസ് ലംഘിച്ച് സ്ഥാപിച്ച കുരിശ് റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കി. നിയമസഭയിൽ വാഴൂർ സോമൻ MLA കയ്യേറ്റ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സ്ത്രീകൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി പ്രസ് ക്ലബിന്റെ KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരം മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ MB സന്തോഷിന് കൈമാറി. ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP KR ബിജു പുരസ്കാരം സമ്മാനിച്ചു. മാറുന്ന പ്രകൃതി മാറേണ്ട നമ്മൾ എന്ന വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാധ്യമ മുൻ ജില്ലാ ബ്യൂറോ ചീഫ് VR രാജ്മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇടുക്കി പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് KP ഗോപിനാഥ് അനുസ്മരണവും 17ാമത് മാധ്യമ പുരസ്കാര വിതരണവും നടത്തി. പ്രസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗം ഇടുക്കി DCRB DYSP KR ബിജു ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലാളാണെന്നും രാജ്യത്തിന്റെ നിലനിൽപ്പിന് മാധ്യമങ്ങളുടെ പങ്ക് വലുതാണെന്നും പോലീസും മാധ്യമപ്രവർത്തകരും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ KP ഗോപിനാഥ് അനുസ്മരണമാണ്, 17ാമത് അനുസ്മരണമാണ്. ഒരു ഫ്രാറ്റേണിറ്റി, അതിലെ ഒരു മെമ്പറിനെ കഴിഞ്ഞ 17 വർഷമായി അനുസ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സാധാരണ വ്യക്തികൾ ചിന്തിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ എന്തെങ്കിലും വ്യക്തിമുദ്ര പതിപ്പിക്കണമെങ്കിൽ 80, 90, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ടി വരുമെന്നാണ്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തെളിയിക്കുകയാണ് ശ്രീ ഗോപിനാഥ്. വെറും 57 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇടുക്കി ജില്ലാ പത്രപ്രവർത്തക വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ അനുസ്മരണ യോഗത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇടുക്കി ജില്ലാ പോലീസിൻ്റെ ഭാവിയിലുള്ള നിങ്ങളോടുള്ള എല്ലാ സഹകരണത്തിനും ഇതുവരെയുള്ള സഹകരണത്തിനും നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ നമുക്ക് കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കാമെന്ന വാക്ക് നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ദിവ്യ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൽ പ്രസിഡന്റ് വിനോദ് കണ്ണോളി അധ്യക്ഷത വഹിച്ചു. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി VR രാജ്മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗോപിച്ചേട്ടനോടുള്ള വ്യക്തിപരമായ പിന്നീട് തൊടുപുഴ 13 മാസം മാത്രമേ ജോലി ചെയ്തുള്ളൂ. ഞാൻ എനിക്കേറെ സന്തോഷം നൽകിയ ഒരു പത്രപ്രവർത്തന രംഗം സമ്മാനിച്ച ഒരു വീട്. 2 കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഒരു കാര്യം കൂടെ ഇപ്പോൾ എനിക്ക് കൂടുതൽ ആഗ്രഹം, സന്തോഷം നൽകുന്നുണ്ട്. ഈ അവാർഡ് സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ സന്തോഷ് ഒരു ചിരകാല സുഹൃത്തു കൂടിയാണ്. സന്തോഷിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സന്തോഷിനെ കാണാൻ ഈ അവസരം. ഗോപിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ സാധാരണ ഒരു കൺവെൻഷൻ മാധ്യമ പ്രവർത്തകൻ്റെ തലയിൽ ഒരു തീ പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്.
ഈ വർഷത്തെ KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരത്തിന് അർഹനായ മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ MP സന്തോഷ് DYSP KR ബിജുവിൽ നിന്നും ഫലകവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങി. മാറുന്ന പ്രകൃതി മാറേണ്ട നമ്മളെന്ന വാർത്താ പരമ്പരയാണ് ഇദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. ഈ പത്തനംതിട്ട, ഇടുക്കി, വയനാട് ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, അത് നമ്മൾ അയക്കുന്ന വാർത്തകൾ പ്രാദേശിക പേജിന് അപ്പുറം പോകില്ല. പക്ഷെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ജില്ലകളിലുള്ളവർക്ക് വാർത്ത അയക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതൊരു 10-30 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ അന്ന് ഒന്നാം പേജിൽ വരുന്ന വാർത്തയല്ല, ജനറൽ പേജിൽ പോലും വരുന്ന വാർത്ത വളരെ കുറവായിരിക്കും. ഒന്നാം പേജിലോ അല്ലെങ്കിൽ ജനറൽ പേജിലോ വരണമെങ്കിൽ ഒന്നുകിൽ മണ്ണിടിച്ചിലുണ്ടാവണം അല്ലെങ്കിൽ മരമെട്ടലുണ്ടാവണം എന്നുള്ളതായിരുന്നു ഒരു. ആ സമയത്ത് ഇപ്പൊ എന്നെ പോലെയുള്ളവർക്കൊക്കെ നമ്മളൊക്കെ എടുത്തുന്ന വാർത്തകളൊന്നും ഒരു ഇതിനപ്പുറം പോകുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് എന്റെ കർമ്മമേഖല ഈ നാട്ടും ഈ നാട്ടുകാരുമാണ് എന്ന് പറഞ്ഞ് ഈ പ്രാദേശിക പത്രപ്രവർത്തനത്തിൽ തികഞ്ഞ സന്തോഷത്തോടെ നിലയുറപ്പിച്ച ഒരാളാണ് ഈ പ്രിയപ്പെട്ട ഗോപിനാഥൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് തീർച്ചയായിട്ടും ഒരു പ്രതിബദ്ധതയുള്ള ഒരു പത്രപ്രവർത്തകന്റെ ഒരു മികവായി തന്നെയാണ് ഞാൻ കാണുന്നത്. സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ സ്വാഗതവും ട്രഷറർ ആൽവിൻ തോമസ് നന്ദിയും രേഖപ്പെടുത്തി. ഭാരവാഹികളായ PK ലത്തീഫ്, അഖിൽ സഹായി, അനീഷ് ടോം, VV നന്ദു, NV വൈശാഖ്, ഷിയാമി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വിൽസൺ കളരിക്കൽ, KA സെയ്ഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. KP ഗോപിനാഥന്റെ സഹോദരങ്ങൾ മുരളീധരൻ നായർ, മകൻ ആനന്ദ് ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യാത്രക്കിടയിൽ കുഴഞ്ഞു വീണയാളെ ആശുപത്രിയിൽ എത്തിച്ച സ്വകാര്യ ബസ് ജീവനക്കാരുടെ നന്മയെപ്പറ്റി അറിയാം. തൊടുപുഴയിൽ നിന്നും പൈങ്ങോട്ടൂർ 4-ാം ബ്ലോക്ക് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീകൃഷ്ണ ബസ്സിലെ ജീവനക്കാരാണ് ബസ്സിൽ കുഴഞ്ഞു വീണ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ശ്രീകൃഷ്ണ ബസിന്റെ 11:50 തൊടുപുഴയിൽ നിന്നും പൈങ്ങോട്ടൂർക്ക് പോകുന്ന ട്രിപ്പിൽ യാത്ര ചെയ്യവെയാണ് യാത്രക്കാരിൽ ഒരാൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ശ്രീകൃഷ്ണ ബസിലെ ജീവനക്കാർ സംഭവം ശ്രദ്ധിക്കുകയും ഉടൻ തന്നെ സ്മിത ഹോസ്പിറ്റലിൽ എത്തിക്കുകയുമായിരുന്നു. നമ്മള് തൊടുപുഴയിൽ നിന്ന് പൈങ്ങോട്ടൂര് പോകുന്ന സമയത്ത് ടൗണിൽ അമ്പലപ്പുഴയിൽ നിന്ന് കയറിയൊരു ചേച്ചിയാണ്. ആ ചേച്ചി ഷാപ്പുംപടി എത്തിയപ്പോൾ തല കറങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. തൊട്ടടുത്ത ആശുപത്രി സ്മിതയാണ്. അങ്ങോട്ട് കൊണ്ടുപോയി അവരെ ആശുപത്രിയിലാക്കി. ചേച്ചിയുടെ കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു. അവർ തല കറങ്ങുമെന്ന് പറഞ്ഞു. അന്നേരം വേറെ ഒന്നും നോക്കിയില്ല, ആശുപത്രിയിലേക്ക് വണ്ടി പോയി. BP-യിലുണ്ടായ വ്യതിയാനമാണ് ദേഹാസ്വാസ്ഥ്യത്തിന് കാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം രോഗിയെ ഡിസ്ചാർജ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലയിൽ സൈലന്റ് ആയുള്ള വനവൽക്കരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഷോൺ ജോർജ്. കേരളം മാറി മാറി ഭരിച്ചുവരുന്ന ഇടതു വലതു മുന്നണികൾക്ക് ഭൂവിഷയത്തിൽ ഇതുവരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ഇടുക്കി സൗത്ത് പ്രസിഡന്റ് VC വർഗീസ് നയിക്കുന്ന ജനസംരക്ഷണ ജാഥയുടെ സമാപനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലയിൽ സൈലന്റ് ആയുള്ള വനവൽക്കരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഷോൺ ജോർജ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയതിൽ ഇടത് വലത് മുന്നണികൾക്ക് വലിയ പങ്കുണ്ട്. ഒരു വശത്ത് കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് തങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇടുക്കിയിലെ കർഷകരെ വഞ്ചിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ച് മുൻപോട്ട് പോകുന്നത്. കേരളം മാറി മാറി ഭരിച്ചു വരുന്ന ഇടത് വലത് മുന്നണികൾക്ക് ഭൂവിഷയത്തിൽ ഇതുവരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. BJP ഇടുക്കി സൗത്ത് പ്രസിഡന്റ് VC വർഗീസ് നയിക്കുന്ന ജനസംരക്ഷണ ജാഥയുടെ സമാപനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ സൈലന്റായ ഒരു വനവൽക്കരണം കഴിഞ്ഞ 12 വർഷമായി ഇടുക്കി ജില്ലയിൽ നടക്കുന്നു. ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, കേരളത്തിന്റെ മലയോര മേഖലയിൽ അപ്പാടെ വനാതിർത്തി പങ്കിടുന്ന 16,400 കിലോമീറ്ററും നിങ്ങൾ ചെന്ന് നോക്കിയാൽ ഇന്ന് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പ്രദേശങ്ങളാണ്. 10-12 വർഷം മുമ്പ് അപകടം ഈ ജനത നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചതല്ലേ? മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് മോശം പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും ആ നിലപാടിൽ നിന്നും എനിക്ക് BTയോട് എപ്പോഴും ബഹുമാനമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞെടുത്ത് നിൽക്കും. പക്ഷേ ഇടുക്കിയിലെ ജനത ഒന്നടങ്കം ഇത് ഞങ്ങൾക്ക് ആപത്താണ്, ഇത് നിങ്ങളുടെ നേതാക്കന്മാർ കാർബൺ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് കേരളത്തിന്റെ മലയോര മേഖലയെ, ഇന്ത്യയുടെ മലയോര മേഖലയെ
പശ്ചിമഘട്ടത്തെ നിങ്ങൾ ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അന്ന് മനസ്സിലാക്കാത്തവർ ഇന്ന് മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ മലയോര ജനത കുടിയൊഴിഞ്ഞു പോവുകയാണ്. ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം, ഭൂവിഷയങ്ങൾ, ജില്ലയിൽ മാത്രമായി ഏർപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ നിരോധനം, പട്ടയ വിഷയങ്ങൾ, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ വിളയാട്ടം തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാരം തേടിയാണ് ജനസംരക്ഷണ ജാഥ നടത്തിയത്. 6 സംഘടനാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ ജാഥ കട്ടപ്പനയിലാണ് സമാപിച്ചത്. കട്ടപ്പനയിൽ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, വൈസ് പ്രസിഡന്റ് കെ കുമാർ, സി സന്തോഷ് കുമാർ, ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, നേതാക്കളായ സുരേഷ് മീനത്തേരി, AB മുരളി, അമ്പിളി രാജൻ, സോണി ഇളപ്പുങ്കൽ, അരുൺ കെ തങ്കപ്പൻ, മാധ്യമപ്രവർത്തകൻ VB രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച INTUC രാജാക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കന്യാകുഴിയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. INTUC രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് അജി കാട്ടുമന അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബെന്നി പാലക്കാട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായ ജോഷി കന്യാകുഴിയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആശാ വർക്കറുടെ സേവനം എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ആവശ്യമായ ഒരു ഘടകമാണ്. കോവിഡ് കാലങ്ങളിലെല്ലാം ഇവർ മരുന്നുകൾ എത്തിക്കുവാനും അതുപോലെ തന്നെ ഡെയിലി ഇവർക്ക് ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീടുകൾ കയറാൻ പോകുമ്പോഴും അതിൻ്റെതായ ചെലവുകളുണ്ട്. ഇന്ന് ആശാ വർക്കർമാർക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 232 രൂപയാണ്. സാധാരണക്കാരനായ ഒരാൾ തൊഴിലുറപ്പിന് പോയാൽ അവർക്ക് ഇന്ന് 350 രൂപ മേളിൽ ശമ്പളമുള്ളപ്പോൾ പാവപ്പെട്ട ഈ ആശാ വർക്കുകാർ രാവിലെ മുതൽ നാടും വീടും കയറി നടക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളമാണിത്. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ആശാപ്രവർത്തകരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്തത്. ഈ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ INTUC നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിന്റെ മുന്നിലും ഈ സമരപരിപാടിയുമായി പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജാക്കാട് പഞ്ചായത്തിന് മുമ്പിലും INTUCയുടെ മണ്ഡലം പ്രസിഡന്റ് അജി കാട്ടുമനയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ സമരം നടത്തുന്നത്. നമുക്കറിയാം, ഈ സർക്കാർ കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിൽ വന്നിട്ട് പാവങ്ങളെ സഹായിക്കുവാനെന്ന് പറഞ്ഞ് വന്നിട്ട് ഈ സർക്കാർ എന്താണ് പാവങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് നമുക്ക് അന്വേഷിക്കാം. ഒന്ന് നിങ്ങൾ ആലോചിക്കണം, ഇവിടുത്തെ കറണ്ട് ബില്ല് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു, ഇവിടുത്തെ മൊത്തത്തിൽ വർധനവ് നടത്തിക്കൊണ്ട് ഇവിടുത്തെ ആളുകളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ഇതുവരെ ഈ സർക്കാരിന് കഴിയുന്നില്ല. INTUC രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് അജി കാട്ടുമന അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബെന്നി പാലക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. TV ജോസ്, ഷിനോ കന്യാകുഴിയിൽ, ജേക്കബ് മച്ചാനിക്കൽ, മനോജ്, അലിയാർ, പ്രിൻസ്, ഷിജോ മാത്യു, സുബിൻ ജോർജ്, സുരേഷ് വൈശാഖ്, സണ്ണി, സജിമോൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. പീരുമേട് പരുന്തുംപാറ കയ്യേറ്റ ഭൂമിയിൽ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് സ്ഥാപിച്ച കുരിശ് റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കി. നിയമസഭയിൽ വാഴൂർ സോമൻ MLA കയ്യേറ്റ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി. പോലീസ് സുരക്ഷയിൽ 3 മണിക്കൂറോളം എടുത്താണ് പൊളിച്ചു മാറ്റിയത്. പരുന്തുംപാറയിൽ നിരോധനാജ്ഞ നിലവിലുള്ള സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയിൽ ഒരു നിർമ്മാണവും പാടില്ലെന്ന കളക്ടറുടെ നിർദ്ദേശം ലംഘിച്ച് ചെങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി പാസ്റ്റർ സജിത്ത് ജോസഫാണ് കുരിശ് സ്ഥാപിച്ചത്. നിരോധനാജ്ഞ ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന് കളക്ടർ വി വിഘ്നേശ്വരി IAS പറഞ്ഞു. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പീരുമേട് പരുന്തുംപാറ കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് കുരിശ് റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കി. നിയമസഭയിൽ വാഴൂർ സോമൻ MLA കയ്യേറ്റ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി.
പോലീസ് സുരക്ഷയിൽ 3 മണിക്കൂറോളം എടുത്താണ് പൊളിച്ചുമാറ്റിയത്. പരുന്തുംപാറയിൽ നിരോധനാജ്ഞ നിലവിലുള്ള സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയിൽ ഒരു നിർമ്മാണവും പാടില്ലെന്ന കളക്ടറുടെ നിർദ്ദേശം ലംഘിച്ച് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി പാസ്റ്റർ സജിത് ജോസഫാണ് കുരിശ് സ്ഥാപിച്ചത്. മറ്റൊരു സ്ഥലത്ത് വെച്ച് നിർമ്മിച്ച വെള്ളിയാഴ്ച തേയിലത്തോട്ടത്തിന് നടുവിലെ കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിക്കുകയായിരുന്നു. ശനിയും ഞായറും അവധിയാണെന്നത് മുന്നിൽ കണ്ടായിരുന്നു ഇത്. പരുന്തുംപാറയിൽ 3.31 ഏക്കർ സർക്കാർ ഭൂമി സജിത് ജോസഫ് കയ്യേറി റിസോർട്ട് നിർമ്മിച്ചതായി കണ്ടെത്തി നേരത്തെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൽ ഫെബ്രുവരി 27 ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. തുടർന്ന് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി കളക്ടർ വി വിഘ്നേശ്വരി പീരുമേട് താലൂക്കിൽ 2 മാസം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 15 അംഗ സംഘത്തെയും നിയോഗിച്ചു. കയ്യേറ്റക്കാർക്ക് സ്റ്റോപ്പ് മെമ്മോയും നൽകി. ഇത് അവഗണിച്ചാണ് കുരിശ് സ്ഥാപിച്ചത്. നിരോധനാജ്ഞ ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS പറഞ്ഞു. നിയമം ലംഘിച്ച 7 പേർക്കെതിരെ ഇതുവരെ നടപടിയെടുത്തു. സാധാരണക്കാരെ മുന്നിൽ നിർത്തി വലിയ കയ്യേറ്റങ്ങൾ നടത്തുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് പോലീസ്, വിജിലൻസ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 2025-2026 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോസുകുട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾക്കാണ് ഈ തവണ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷെമീന അബ്ദുൾ കരീം, രാജു കുട്ടപ്പൻ, രാജി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 2025-2026 വർഷത്തേക്കുള്ള ബജറ്റ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോസുകുട്ടി അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾക്കാണ് ഈ തവണ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ഒപ്പം തൊഴിൽ സംരംഭകരെ പരിപോഷിപ്പിക്കുന്നതിനായി അത്തരത്തിലുള്ള പദ്ധതികൾക്കും മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ 175 വകുപ്പ് പ്രകാരം വാർഷിക പദ്ധതിയും ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സമാഹരിക്കുവാൻ കഴിയുന്ന വിഭവങ്ങൾ കണ്ടെത്തി അവ നിത്യ ചെലവുകൾക്കും വികസന പദ്ധതികൾക്കും പ്രത്യേക ഉദ്ദേശ്യ പദ്ധതികൾക്കുമായി മാനദണ്ഡങ്ങൾക്കനുസൃതമായി വകയിരുത്തുന്നതിനാണ് ഈ ബഡ്ജറ്റിൽ ശ്രദ്ധയൂന്നിയിട്ടുള്ളത്. വിശദമായ ചർച്ചയുടെയും വിലയിരുത്തലിൻ്റെയും അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടികൾക്കൊപ്പം നമ്മുടെ ഗ്രാമത്തിൻ്റെ അടിസ്ഥാന വികസന ക്ഷേമ ആവശ്യങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് ഈ ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പട്ടികവർഗ്ഗക്കാർ അധികം താമസിക്കുന്ന മേഖലയായതുകൊണ്ടും ലൈഫ് ഭവന പദ്ധതി ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആവശ്യാനുസരണം നൽകാൻ കഴിയാത്തതുകൊണ്ടും PMAY പദ്ധതിക്ക് അധിക വിഹിതം നൽകിക്കൊണ്ട് പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു. കൂടാതെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നതിനായി മുഴുവൻ അംഗൻവാടികളുടെ പൂർത്തീകരണവും നിലവിലുള്ളതിന്റെ മെയിൻ്റനൻസും ലക്ഷ്യമിടുന്നു. പന്നിമറ്റത്ത് 55 ലക്ഷം രൂപയുടെ സബ് സെന്റർ നിർമ്മാണവും വെള്ളിയാമറ്റം ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണത്തിനായി 30 ലക്ഷം രൂപ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വകയിരുത്തിക്കൊണ്ട് സർവ്വതല സ്പർശിയായ ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷെമീന അബ്ദുൾ കരീം, രാജു കുട്ടപ്പൻ, രാജി ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസിബോൾ മാത്യു, പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദു ബിജു, രാജേഷ് ഷാജി, രേഖ പുഷ്പരാജൻ, അഭിലാഷ് രാജൻ, ലളിതമ്മ വിശ്വനാഥൻ, പോൾ സെബാസ്റ്റ്യൻ, VK കൃഷ്ണൻ, കബീർ കാസിം, ലാലി ജോസി, സെക്രട്ടറി ആനിമ ജോർജ്, അക്കൗണ്ടന്റ് ദിലീപ് കുമാർ, വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പന്നിമറ്റം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വുമൺസ് സെല്ലും കേരള പോലീസും സംയുക്തമായി ജ്വാല 3.0 എന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമായി സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. സബ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ജ്വാല 3.0 എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വുമൺസ് സെല്ലും കേരള പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ കോളേജിലെയും തൊടുപുഴയിലെ പരിസര പ്രദേശങ്ങളിലെയും നിരവധി വനിതകളാണ് പങ്കെടുത്തത്. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചവര് വളരെ വ്യക്തമായി ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം ഇവിടെ വിവരിച്ചു. എന്തിനാണ് ജനമൈത്രി പോലീസ്, സോഷ്യൽ പോലീസിംഗ് എന്ന അണ്ടറിൽ സെൽഫ് ഡിഫൻസ് മെക്കാനിസം നടത്തുന്നത്? അതിന്റെ ഫിലോസഫി അവർ വ്യക്തമാക്കി. സുജിത് സാറ് അനുഭവത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അനിൽകുമാർ സാറ് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്, ഈ മീറ്റിങ്ങിനെ നോക്കിക്കാണുന്നത് 3 ലക്ഷ്യപ്രാപ്തിയിലേക്കാണ്. 1 സേഫ്റ്റി, 2 കോൺഫിഡൻസ്, 3 എംപവർമെന്റ്. ഈ 3 കാര്യങ്ങൾ
ചേർത്ത് വെച്ച ഈ സെൽഫ് ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഫലപ്രാപ്തിയിലെത്തും. ആ ലക്ഷ്യത്തിലേക്കാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ വിരൽ ചൂണ്ടുന്നത്. സബ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ സ്വാഗതവും ഇടുക്കി ജില്ലാ സോഷ്യൽ പോലീസിംഗ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സജി ജോൺ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭൂതത്താൻകെട്ടിൽ പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ അറിയിച്ചു. ആന്റണി ജോൺ എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി നിയമസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രദേശവാസികൾക്ക് തൊഴിലും മറ്റ് അനുബന്ധ പരിഗണനയും ഉറപ്പുവരുത്തണമെന്നും വർഷങ്ങളായി ഈ പ്രദേശത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ബോട്ടിംഗ് നടത്തുന്നവരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. ഭൂതത്താൻകെട്ട് അണക്കെട്ടിനോടനുബന്ധിച്ച് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി 25.41 കോടി രൂപ ചെലവഴിച്ച് ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ അറിയിച്ചു. ആന്റണി ജോൺ എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി നിയമസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വദേശീയരും വിദേശീയരുമായ 2 ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ പ്രതിവർഷം വന്നുപോകുന്ന ഭൂതത്താൻകെട്ടിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇറിഗേഷൻ ടൂറിസം പദ്ധതിയെ സംബന്ധിച്ചും പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രദേശവാസികൾക്ക് തൊഴിലും മറ്റ് അനുബന്ധ പരിഗണനയും ഉറപ്പുവരുത്തണമെന്നും വർഷങ്ങളായി ഈ പ്രദേശത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ബോട്ടിംഗ് നടത്തുന്നവരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും എംഎൽഎ സഭയിൽ ആവശ്യപ്പെട്ടു. വകുപ്പിന് കീഴിലുള്ള ഡാമും അനുബന്ധ ഓഫീസ് കെട്ടിടങ്ങളും ഒഴിച്ചുള്ള ജലവിഭവ വകുപ്പിന്റെ പ്രദേശങ്ങളിൽ പരിസ്ഥിതി സൗഹൃദമായിട്ടാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഈ പദ്ധതിയിൽ പാർക്ക് നവീകരണം, പാർക്കിംഗ് സംവിധാനം, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടി പുതിയ റൈഡുകളും വിനോദങ്ങളും, സ്കൈ ട്രെയിൻ, സംഗീത ജലധാര, ഫോഗ് ജനറേറ്റർ, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, റെസ്റ്റോറന്റ്, മിനി കോൺഫറൻസ് ഹാള്, ഷോപ്പ് റൂമുകൾ, ഫയർ ആൻഡ് സേഫ്റ്റി, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. ആശാ വർക്കർമാരുടെ ശമ്പള വർധന ഉടൻ നടപ്പിലാക്കുക എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC-യുടെ നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമരം നടത്തി. INTUC തൊടുപുഴ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് MK ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ഷിബൂസ് കറിയ അധ്യക്ഷത വഹിച്ചു. നിരവധി നേതാക്കൾ പങ്കെടുത്തു. കേരളത്തിലെ ആശാ വർക്കർമാരുടെ ശമ്പള വർധന ഉടൻ നടപ്പിലാക്കുക, 5 വർഷം പൂർത്തിയാക്കിയവരെ സ്ഥിരപ്പെടുത്തുക, ഗ്രാജുവിറ്റി പെൻഷൻ നൽകുക, സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ ഗ്രാജുവിറ്റി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തെ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന സമരം INTUC തൊടുപുഴ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് MK ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നടപടി സർക്കാർ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റുള്ള കാര്യങ്ങൾക്ക് ബഹുമാനമായ നേതാക്കന്മാർ സംസാരിക്കും. എല്ലാവരും അനുമതിയോടുകൂടി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ഷിബൂസ് കറിയ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ജാഫർ ഖാൻ മുഹമ്മദ്, KP റോയ്, ജോർജ് താനിക്കൽ, KS ജയകുമാർ, PV അച്ചാമ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH സജീവ്, NI സലീം, കൗൺസിലർമാരായ K ദീപക്, സനു കൃഷ്ണൻ, ഷീജ ഷാഹുൽ ഹമീദ്, ജോർജ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിൽ വീണ്ടും മോഷണം. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനെന്ന വ്യാജേന എത്തിയാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചത്. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ SN മൊബൈൽസിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മോഷണം നടന്നത്. 35,000 രൂപ വിലമതിക്കുന്ന മൊബൈൽ ഫോണാണ് മോഷണം പോയത്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനെന്ന വ്യാജേന തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ SN മൊബൈലിലെത്തിയ യുവാവാണ് മൊബൈൽ ഫോണുമായി കടന്നുകളഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം. വൈകിട്ട് ചാർജ് ചെയ്യാനെത്തിയപ്പോൾ സഹായമായാണ് SN മൊബൈൽസിൽ ഫോൺ ചാർജിന് ഇടാൻ സമ്മതിച്ചത്. എന്നാൽ ജീവനക്കാരുടെ ശ്രദ്ധ മാറിയപ്പോൾ വിലയേറിയ മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയായിരുന്നു. പിന്നീട് ഫോൺ മോഷണം പോയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പോലീസിൽ പരാതി കൊടുക്കുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടാണ് എൻ്റെ കടയിൽ നിന്ന് ഒരു മോഷണം നടന്നത്. ഈ കള്ളൻ്റെ പേർക്ക് ഇവിടെ ചാർജ് കുത്തിയിടുക എന്നുള്ള വ്യാജേന വരികയും നമ്മളിവിടെ അതിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ചാർജ് കുത്തിയിടാനൊക്കെ ഉള്ളത്. അപ്പോൾ അവൻ അവിടെ കുത്തിയിട്ടിട്ട് വളരെ നൈസായിട്ട് അവൻ നമ്മുടെ സ്റ്റാഫ് ഇങ്ങോട്ട് മാറിയതൊക്കെ നോക്കി. അതിന് മുമ്പ് ആ സ്റ്റാഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനം എടുപ്പിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടായി. പക്ഷേ അവൻ എന്തോ കാര്യത്തിന് ഇങ്ങോട്ട് മാറിയ സമയത്ത് അവൻ ഫോൺ എടുത്ത് ബാഗിലിടുന്ന ഒരു ദൃശ്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്, നമ്മുടെ ക്യാമറയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ വളരെ കൂളായിട്ട് അവൻ എടുക്കുകയും അത് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ ഇതിന് മുമ്പത്തെ 2 കടയിലും ഇവൻ 5 മണി മുതൽ ഇതിനു വേണ്ടി പരിശ്രമിക്കുകയാണ്. കിങ്സ് എന്ന് പറഞ്ഞ മൊബൈൽസിലും അവൻ 5 മണിക്ക് വന്ന് ഇതേപോലെ സംഭവം നടത്താൻ നോക്കി, നടന്നില്ല.
അപ്പോൾ നമ്മളപ്പം തന്നെ അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് അധികാരികൾക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരികയും പരാതി CIക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ഫോണ് ഇന്നലെ വൈകിട്ട് സിം ഇട്ടിട്ടുണ്ട്. അപ്പോൾ സിം ഇട്ട് കഴിഞ്ഞാൽ ആ സിമ്മിൻ്റെ അഡ്രസ്സ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അവർക്ക് കിട്ടും. ഉടനെ പിടിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മോഷ്ടിച്ച യുവാവ് സമീപത്തുള്ള മൊബൈൽ ഫോൺ കടകളിലും കയറിയിരുന്നു. എന്നാൽ അവിടെ മോഷ്ടിക്കാൻ സാധിച്ചിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന വനം എക്സൈസ് വകുപ്പ് മന്ത്രിമാർ കുറ്റബോധം കൊണ്ടെങ്കിലും രാജിവെക്കുവാൻ തയ്യാറാകണമെന്ന് BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. വന്യജീവി ആക്രമണവും മയക്കുമരുന്ന് ലോബിയും സംസ്ഥാനത്ത് അഴിഞ്ഞാടുന്നതിന് പൂർണ്ണ ഉത്തരവാദികൾ വനം എക്സൈസ് വകുപ്പ് മന്ത്രിമാരാണെന്നും അദ്ദേഹം മുരിക്കാശ്ശേരിയിൽ പറഞ്ഞു. ജനസംരക്ഷണ ജാഥയ്ക്ക് ഇടുക്കി നിയോജക മണ്ഡലതല സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം, ഭൂവിഷയങ്ങൾ, ജില്ലയിൽ മാത്രമായി ഏർപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ നിരോധനം, പട്ടയ വിഷയങ്ങൾ, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ വിളയാട്ടം തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാരം തേടിയാണ് ജനസംരക്ഷണ ജാഥ സംഘടിപ്പിച്ചത്. ജില്ലയിലെ 6 സംഘടനാ മണ്ഡലങ്ങളിലൂടെയാണ് ജാഥ കടന്നുപോയത്. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനു ഉദ്ഘാടനം ചെയ്തു. BJP ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു അധ്യക്ഷയായിരുന്നു. ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് PM ബേബി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ C സന്തോഷ് കുമാർ, രശ്നമ്മ ഗോപിനാഥ്, P രാജൻ, ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, സെക്രട്ടറിമാർ KR സുനിൽ, AV മുരളി, മുൻ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മീനത്തേരി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ PC സന്തോഷ് കുമാർ, OC ടോമി, വൈസ് പ്രസിഡന്റ് TS രാജു, സിനി ജയൻ, അമ്പിളി രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം നടത്തിയ പ്രസംഗത്തിൽ ക്യാപ്റ്റൻ VC വർഗീസും സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമെന്ന് വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയത്ത് അതോടൊപ്പം ഈ ജില്ലയിലെ ജനങ്ങളുടെ ജീവനെ പന്താടുന്ന കേരളത്തിന്റെ വനം മന്ത്രി രാജിവെക്കണമെന്നും അതുപോലെ തന്നെ ഇത്രയും മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഒത്താശ കൊടുക്കുന്ന കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹം ഇവിടെ നടക്കുന്ന അക്രമങ്ങൾക്കും ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്കും മയക്കുമരുന്ന് വിപണനവും ആയി നടക്കുന്ന പ്രശ്നങ്ങൾക്കും എല്ലാ ഉത്തരവാദിത്വം സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട് ആ ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ പേരിൽ രാജിവെക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വൈകിയ വേളയിലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരന്മാർക്കും പാർട്ടി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കണം. ടൗണിൽ നടത്തിയ പ്രകടനത്തിലും തുടർന്ന് നടന്ന സ്വീകരണ പരിപാടിയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ടാറ്റ സസ്റ്റൈനബിലിറ്റി ഗ്രൂപ്പും മൂന്നാർ ആസ്ഥാനമായുള്ള കണ്ണദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് കമ്പനിയും ചേർന്ന് മാർച്ച് 5 മുതൽ 12 വരെ ഇടുക്കിയിലെ 5 താലൂക്കുകളിലുടനീളം ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെ ഉദ്യോഗസ്ഥരും പരിശീലന പരിപാടി നടത്തുന്നു. ഇതിന്റെ ഭാഗമായി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലും മുനിസിപ്പൽ പാർക്കിലും ഡെമോൺസ്ട്രേഷൻ നടത്തി. കമാൻഡർ റാം ബാബുവിന്റെയും താലൂക്ക് തല ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകളുടെയും കീഴിലുള്ള BN NDRF ബറ്റാലിയനും അടിയന്തര പ്രതികരണ പരിശീലനം കൈകാര്യം ചെയ്തത്. ജില്ലയിലെ അടിയന്തര ദുരന്ത സാഹചര്യങ്ങളെ നേരിടുവാൻ തയ്യാറാകുന്നതിൽ കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. ടെന്റുകൾ, പോർട്ടബിൾ ഇൻഫ്ലറ്റബിൾ ലൈറ്റുകൾ, ജനറേറ്ററുകൾ, മെഗാഫോണുകൾ, സ്ട്രെച്ചറുകൾ, PPE, സെർച്ച് ലൈറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ എന്നിവയുൾപ്പെടെ 23 അടിയന്തര പ്രതികരണ ഇനങ്ങൾ ടാറ്റ കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് ട്രസ്റ്റ് ഓരോ TOCക്കും കൈമാറും. കമാൻഡർ റാം ബാബുവിന്റെയും താലൂക്ക് തല ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകളുടെയും കീഴിലുള്ള 04 BN NDRF ബറ്റാലിയൻ ആർപ്പണമാണ് അടിയന്തര പ്രതികരണ പരിശീലനം കൈകാര്യം ചെയ്തത്. കണ്ണദേവൻ ഹിൽസ് പ്ലാന്റേഷൻസിലെയും TSGയിലെയും ഉദ്യോഗസ്ഥർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാർച്ച് 12 DEOCക്ക് ഉപകരണങ്ങൾ കൈമാറും. ഡെപ്യൂട്ടി ജനറൽ മാനേജർ സഞ്ജിത്ത് P രാജു, കണ്ണദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് അധികൃതർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി പ്രസ് ക്ലബിന്റെ KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരം മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ MB സന്തോഷിന് ഇടുക്കി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP KR ബിജു സമ്മാനിച്ചു. യാത്രക്കിടയിൽ കുഴഞ്ഞു വീണയാളെ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി. ഇടുക്കി ജില്ലയിൽ സൈലന്റ് ആയുള്ള വനവൽക്കരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഷോൺ ജോർജ്.
ജനസംരക്ഷണ ജാഥയുടെ സമാപനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പീരുമേട് പരുന്തുംപാറ കയ്യേറ്റ ഭൂമിയിൽ സ്റ്റോപ്പ് മെമ്മോസ് ലംഘിച്ച് സ്ഥാപിച്ച കുരിശ് റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കി. നിയമസഭയിൽ വാഴൂർ സോമൻ MLA കയ്യേറ്റ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സ്ത്രീകൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.